ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ പക്കോടൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ പച്ചക്കറികളും ഇല ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു നല്ല സൂപ്പർ ചട്നി ആക്കാം. അതിൻ്റെ ഒക്കെ കൂടെ തന്നെ 2 പച്ചമുളക്, ഒരു തക്കാളി, ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും, പിന്നെ ഒരു പിടി കൊറിയാൻഡറും, ഉപ്പും, മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടിയിട്ടാണ് ഒരു ചെറിയ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒക്കെ തന്നെ ഒരു ഹാഫ് സൈസ് ലെമൺ മാത്രം ഒന്ന് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു പുളിപ്പ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചട്നി അടിപൊളി ചട്നിയാണ് ഇത്. നമ്മളെ മന്തിയൊക്കെ ആക്കുമ്പോൾ ഇല്ലൊരു ചട്നിയില്ലേ, അപ്പം അതിൻ്റെ ഏകദേശം ആ ഒരു ടേസ്റ്റിൽ ചട്നിയാണ്. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് അത് ഗ്രൈൻഡാക്കി വെക്കാം. പിന്നെ നമ്മൾ ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് റെഡ് ചില്ലി ഫ്ലേക്സ്, കുരുമുളക്, ചുവന്നമുളകും, ഉപ്പും ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ജസ്റ്റ് ഫ്ലേവറിന് മാത്രം ഓരോ ടീസ്പൂൺ മാത്രമേ ഇതെല്ലാം ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഇതിൽ ഞാൻ ചിക്കൻ്റെ അളവ് പറഞ്ഞിട്ടില്ല. ചിക്കൻ എടുക്കുന്നത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടാണ് ഇതിങ്ങനെ നല്ലോണം മിക്സാക്കി കൊടുക്കുന്നത്. ഉപ്പെല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഉള്ളി, ഒരു ചെറിയ സൈസ് ക്യാരറ്റ്, ഒരു പകുതി ക്യാപ്സിക്കം, പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അത്ര പച്ചമുളക് ചതച്ചതും പേസ്റ്റ് ആക്കിയത്, പിന്നെ നമ്മളെ പൊടി എന്ന് പറയുന്നത് നമ്മളെ ഗ്രാം ഫ്ലോർ ഇല്ലേ, കടലപ്പൊടി, അത് 2 ടേബിൾ സ്പൂണും, പിന്നെ നമ്മളെ ചോറില്ലേ അത് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയത് ഒരു 2 സ്പൂണും, പിന്നെ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചീരയെന്ന്. അത് ഏകദേശം ഒരു കപ്പോളം മുറിച്ച് നല്ല അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം ഇതിൽ നിന്ന് തന്നെ എല്ലാം കുറച്ച് നീര് വരും, അത് മാത്രം മതി. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉപ്പ് കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കുമ്പം പച്ചക്കറിയിൽ നിന്നും ആ ചപ്പിൻ്റെ ഇതെല്ലാം നീര് കുറച്ച് വരും, അത് മാത്രം മതി. നീര് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അളവെല്ലാം തെറ്റും, പിന്നെ മൈദപ്പൊടിയെല്ലാം ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ വേണ്ട. ഇപ്പം നോക്കിയാൽ നല്ല ഓരോ പീസായിട്ട് തന്നെ ചിക്കൻ്റെ കോട്ടിങ്ങിന് അനുസരിച്ചിട്ട് ഇങ്ങനെ ആദ്യം ഇട്ട് കൊടുക്കാം. നല്ല ചൂടില്ല നെയ്ക്കോ തന്നെ ഇട്ട് കൊടുക്കണം. ആദ്യം ഇട്ട് കൊടുക്കുമ്പം സ്പേസ് വിട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മറ്റേ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എല്ലാം ഒന്നിച്ചിടുമ്പം പിന്നെ എല്ലാം ഒട്ടിപ്പിടിക്കും. പിന്നെ നമുക്ക് അത് പച്ചക്കറിയും ചിക്കനെല്ലാം വേറെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ചെറുങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ ഒരു കളർ മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എടുക്കാം. ചിക്കൻ പിന്നെ ആദ്യം മാരിനേറ്റ് ആക്കി വെച്ചുകൊണ്ട്, പിന്നെ ബോൺലെസ്സും കൂടി ആയതുകൊണ്ട് ചെറിയ പീസല്ലേ, അപ്പോൾ അത് വേഗം വേവും. കൂടുതൽ ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ ഒരു കളർ മാറുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കേ വേണ്ടു. ഫ്രൈയിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ, 10 മിനിറ്റും വേണ്ടി വരില്ല. നമ്മൾ ചിക്കൻ അത്രയും സോഫ്റ്റാണ്. എന്നിട്ട് മാറ്റി വെക്കുക. ഇത് ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചിക്കന് കൂടി കൂട്ടിയിട്ട് ഈ ചട്നിയും കൂടി കൂട്ടാൻ ആണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഇത് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ പച്ചക്കറി കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്ക് ആക്കിയിട്ടും വെക്കാം. ഈ ബാറ്റർ നിങ്ങൾക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലും വെക്കുക. എന്നിട്ട് സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കുക. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മളെ നോമ്പിനൊക്കെ ഈ ഒരു ഐറ്റം, സ്പെഷ്യൽ ഐറ്റം നിങ്ങൾ എന്തായാലും ആക്കി കൊടുക്കുക. ഈസിയാണ്, പെട്ടെന്ന് തന്നെ ആവും. നിങ്ങൾക്ക് രാവിലെ തന്നെ ഇത് ഫ്രിഡ്ജിലാക്കിയിട്ട് വെക്കുകയും ചെയ്യുക. എന്നാൽ പിന്നെ നല്ല ടേസ്റ്റും ആവും, കുറച്ച് സമയം മാരിനേഷനെയും പോവും. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഇഫ്താർ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. പച്ചക്കറി അടക്കം കൂടിയിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.